ശ്രീഗുരുഭ്യോ നമഃ. ഭഗവതി ഭരദേവതേ പ്രസീദ ത്രിപുരഹരപ്രിയവല്ലഭേ ഭവാനി അശരണമതിദീനമാനതം മാം സകൃദവലോകയ ശീതളൈരപാംഗൈഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഏറ്റവും ബഹുമാന്യരായ സജ്ജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. നാൽപ്പത്തിയൊന്നാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുണ്യമായ ഈ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഒരുമിച്ച് ചേരാൻ സാധിച്ചതിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അത്യധികമായ ധന്യതയും സന്തോഷവും ഒട്ടും കുറവല്ല. സമയത്തിൻ്റെ ക്ലിപ്തത മൂലം നേരിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീമദ് ഭാഗവതം എന്ന ഈ മഹാപുരാണം നമുക്കറിയാവുന്നതുപോലെ തന്നെ കേവലം കഥകളുടെ സമാഹാരം മാത്രമല്ല. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളിലും ഇതുവരെയുള്ള സത്രങ്ങളിലും ഒക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം എന്നത് വെറും കഥകളുടെ സമാഹാരമല്ല, മറിച്ച് മനുഷ്യജീവിതത്തെ ആത്മീയതയുടെ അല്ലെങ്കിൽ ആത്മതത്വപ്രകാശനത്തിൻ്റെ ഔന്നത്യത്തിലേക്ക്, ഉന്നതമായ ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന, അതിനുവേണ്ട വെളിച്ചം പകരുന്ന സംഭവങ്ങളും കഥകളും ഒക്കെയാണ് ഈ മഹാപുരാണത്തിൻ്റെ ഇതിവൃത്തം എന്ന്. ഓരോ കഥയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും അതൊരു കഥ എന്നതിൽ മാത്രം ഒതുങ്ങാതെ അതിനപ്പുറത്തേക്ക് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മോക്ഷം എന്ന ആത്മതത്വപ്രകാശനം എന്ന അവസ്ഥയിലേക്ക് നമ്മളെ വഴി നടത്തുക എന്നുള്ള മഹനീയമായ ഒരു ലക്ഷ്യം ഇതിലെ ഓരോ കഥയുടെ പിന്നിലും ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഭാഗവതോപാസകന്മാർക്കും ആചാര്യന്മാർക്കും നേരിട്ടറിവുള്ള, അവരുടെ വാഗ്ധോരണി കൊണ്ട് നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും ഇതേ വിഷയം തന്നെയാണ്. ഈ പുരാണം നമ്മെ വഴി നടത്തുന്നത് മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്കാണ്. അങ്ങനെയുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കേണ്ട ശ്രുതിഗീത എന്ന ഭാഗം. ശ്രുതി എന്ന വാക്കിന് വേദം എന്നർത്ഥം. വേദത്തെ ശ്രുതി എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. വേദം മൗഖികമായി കേട്ട് പഠിച്ചിരുന്ന കാലത്താണ് വേദത്തിൻ്റെ നിർമ്മാണം എന്നുള്ളത് കൊണ്ട് വേദങ്ങളെ ശ്രുതികളെന്ന് വിളിക്കാറുണ്ട്. ആ ശ്രുതികൾ ചെയ്യുന്ന, വേദങ്ങൾ ചെയ്യുന്ന ഗീതം, ഭഗവാനെ സ്തുതിക്കലാണ് ശ്രുതിഗീത. ഭാഗവത പുരാണത്തിലെ ആത്മരഹസ്യ പ്രതിപാദകമായ അതിസങ്കീർണമായ ഒരു ഭാഗമാണ് ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന ശ്രുതിഗീത എന്ന ഈ കഥ. അതിൻ്റെ അർത്ഥം അത് ദുർഗ്രഹമാണ്
എന്ന് ധരിക്കണ്ട. അത് ദുർഗ്രഹം എന്നല്ല, മറിച്ച് ഈ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ശൈലി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഷ കൊണ്ട് ഒരു പക്ഷേ ഇത് സങ്കീർണമായി തോന്നുന്നു എന്നേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ വ്യക്തമാണ്, വിശദമാണ്, വൈശദ്യമുള്ളതാണ്, നിർമ്മലമാണ്. ഈ വിഷയം ആണ് ഭാഗവതം കമ്പോട് കമ്പ് തുടക്കം മുതൽ സത്യം പരം ധീമഹി എന്ന ആദ്യത്തെ വാക്യം മുതൽ അതിൻ്റെ ഉപസംഹാരം വരെ നമ്മോട് പറയുന്നത് ഇതേ വിഷയത്തെ തന്നെയാണ്, ഒട്ടും വ്യതിചലിക്കാതെ. അതുകൊണ്ടിത് ദുർഗ്രഹമാണെന്ന് ധരിക്കേണ്ട. എന്നാൽ ഇതിൻ്റെ ഭാഷ അതൊരു പക്ഷേ ശ്രുതികൾ ചെയ്യുന്ന ഗീതമായതുകൊണ്ടാവാം. വേദത്തിൻ്റെ ശൈലി തന്നെ ഒരല്പം ദുർഗ്രഹമാണല്ലോ. അതിൻ്റെ ഭാഷ, അതിൻ്റെ ശൈലി ഇതൊക്കെ അല്പം ദുർഗ്രഹമായതുകൊണ്ട് അതേ ശൈലിയിലായിരിക്കും വേദങ്ങളുടെ സ്തുതിയും എന്നുള്ളത് കൊണ്ടാവാം ഈ ഭാഗം ഇതിനു മുമ്പുള്ളതും ഇതിന് ശേഷമുള്ളതുമായ ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒട്ടു ദുർഗ്രഹമെന്ന് നമുക്ക് തോന്നിക്കാനുള്ള കാരണം. എന്തായാലും മോക്ഷത്തിനുള്ള നിരവധി സാധനങ്ങൾ, ഉപായങ്ങൾ ഭാരതീയ സംസ്കാരം, ഭാരതീയ വിദ്യ നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. ആർഷ പാരമ്പര്യം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ ഒറ്റ വഴിയല്ല, നിരവധി ഉപായങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഭാഗവതം സ്വീകരിച്ചിട്ടുള്ളതും ഭാഗവതം നമ്മോട് ഉപദേശിക്കുന്നതും ഭക്തിയും അദ്വൈതവും കലർന്ന ഒരു വഴിയാണ്. പുറമെ പരസ്പര വിരുദ്ധമെന്ന് തോന്നിക്കാവുന്ന രണ്ട് മാർഗങ്ങളാണ് അല്ലേ? അദ്വൈതം എന്നുള്ളത് കൊണ്ട് രണ്ടാമതൊന്നില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമാണ് സത്യം, ബാക്കിയുള്ളതൊക്കെ മായയാണ്, മിഥ്യയാണ്, ബ്രഹ്മം മാത്രമാണ് വസ്തു എന്ന് അദ്വൈതം ഉദ്ഘോഷിക്കുമ്പോൾ ഭക്തി ഭഗവാനോട് നമ്മെ അടുപ്പിക്കുന്നതാണ് ഭക്തി. അപ്പോൾ അവിടെ ഭഗവാനും ഭക്തനും വേറെ വേറെ ഉണ്ടാവും ഇല്ലേ? പ്രഥമ ദൃഷ്ട്യ ഇത് തമ്മിൽ പരസ്പര വിരുദ്ധമെന്ന് തോന്നിക്കാവുന്ന രണ്ട് മാർഗങ്ങളെ വളരെ ഭംഗിയായിട്ട് സമന്വയിപ്പിക്കലാണ് ഭാഗവതം നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത്. ഈ സമന്വയത്തിൻ്റെ മാർഗമാണ് ഭാഗവതം നമുക്ക് അവതരിപ്പിച്ച് തരുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ശ്രുതിഗീത എന്ന 87-ാമത്തെ അധ്യായം. യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ഭഗവാനെ, താൻ സൃഷ്ടിച്ച സകലതിനെയും തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ച് യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ, ഭഗവാനെ വേദാഭിമാനികളായ ദേവതകൾ സ്തുതിക്കുന്നതാണ് സന്ദർഭം, ശ്രുതിഗീത എന്നുള്ള ഈ സന്ദർഭം. ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് പരീക്ഷത്തിൻ്റെ സംശയമാണ് ആദ്യമേ അതിൻ്റെ മുഖവുരയായിട്ട് അവതരിപ്പിക്കുന്നത്. പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് തൻ്റെ സ്വാഭാവികമായ ഒരു സംശയം അവതരിപ്പിക്കുകയാണ്. ബ്രഹ്മണ്യ നിർദ്ദേശ്യേ നിർഗുണേ ഗുണവൃത്തയഃ കഥം ചരന്തി ശ്രുതയഃ സാക്ഷാത് സദസതഃ പരേ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മർഷേ, അല്ലയോ ശ്രീശുക ബ്രഹ്മർഷേ, അനിർദ്ദേശ്യേ നിർഗുണേ സദസതഃ പരേ ബ്രഹ്മണി ഗുണവൃത്തയഃ ശ്രുതയഃ കഥം ചരന്തി. ഇതാണ് സംശയം. ഗുണവൃത്തികളായ ശ്രുതികൾ എങ്ങനെയാണ് നിർഗുണമായ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് എന്നാണ് സംശയം. വേദങ്ങൾ, ശ്രുതികൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ സമർത്ഥമാണോ എന്നാണ് സംശയത്തിൻ്റെ അടിസ്ഥാനം. വേദങ്ങളുടെ വിഷയം എന്താണ്? വേദങ്ങൾ എന്താണ് നമ്മോട് അവതരിപ്പിക്കുന്നത്? നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താ? യാതൊരു സംശയമില്ല, ബ്രഹ്മത്തെയാണല്ലോ ആ വേദങ്ങൾ അവതരിപ്പിക്കുക അല്ലേ? വേദങ്ങളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മം എന്നുള്ളതാണ്. പക്ഷേ വേദങ്ങൾ ഈ ബ്രഹ്മത്തെ അവതരിപ്പിക്കാൻ, ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ സമർത്ഥങ്ങളാണോ എന്നാണ് പരീക്ഷത്തിൻ്റെ സംശയം. അങ്ങനെ സംശയം ഉണ്ടാവാനും
ചില ന്യായങ്ങളുണ്ട്. വേദം എന്തിനാണ് നിർദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. സർവേ വേദ യത് പദമാമനന്തി എന്ന് ഗീത വ്യക്തമായിട്ട് പറയും. വേദൈശ്ച സർവൈരഹമേവ വേദ്യ, ഇല്ലേ? എല്ലാ വേദങ്ങളെ കൊണ്ടും അറിയപ്പെടേണ്ടത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ സംശയമില്ലാതെ അർജുനനോട് പറയുന്നു. അപ്പോൾ എല്ലാ വേദങ്ങളുടെയും നിർദ്ദേശ്യം അറിയേണ്ടത് വേദ്യമായ വസ്തു ഭഗവാനാണ്. തീർച്ചയാണ് ബ്രഹ്മം തന്നെയാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അപ്പോൾ വേദങ്ങളുടെ നിർദ്ദേശ്യം ബ്രഹ്മതത്വമാണ് എന്ന് സംശയമില്ല. എന്നാൽ ഇതേ ശ്രുതികളിൽ തന്നെ വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങളും കാണുന്നു. എങ്ങനെ? യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന്, ഇല്ലേ? വാക്കുകൾ എവിടെ വെച്ചാണോ വിരമിക്കുന്നത്, തിരിച്ചു പോരുന്നത്, യതോ വാചോ നിവർത്തന്തേ, ആ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ വാക്കുകൾ സമർത്ഥങ്ങളല്ല, വാക്കുകൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. എന്നാൽ മനസ്സുകൊണ്ട് സംഭവിക്കുമോ? മനസ്സുകൊണ്ടും ആ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കില്ല. മനസ്സും അതിൽ വിരമിക്കുന്നു. മനസ്സോടുകൂടി വാക്കും വിരമിക്കുന്നു എന്ന് ശ്രുതികൾ തന്നെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതേ ശ്രുതിയിൽ തന്നെ പരസ്പര വിരുദ്ധങ്ങളായ വാക്യങ്ങൾ ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് സംശയം ഉണ്ടായത്. വേദങ്ങൾക്ക് ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ, ബ്രഹ്മമെന്ന വിഷയത്തെ അവതരിപ്പിക്കാൻ സാമർഥ്യമുണ്ടോ എന്നുള്ള സംശയം പരീക്ഷത്തിനുണ്ടാവാനുള്ള കാരണം. ഇനി അതിന് ഉത്തരം എങ്ങനെ പറയണം? വേദങ്ങളെ കൊണ്ട് ബ്രഹ്മത്തെ അല്ല നിർദ്ദേശിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞാൽ അത് ശരിയാവുമോ? അത് ശരിയാവില്ല. എന്തുകൊണ്ടാ? ബ്രഹ്മം എന്ന ഈ വസ്തു ഉണ്ട് എന്നുള്ളതിൻ്റെ, അതിൻ്റെ സദ്ഭാവത്തിന് എന്താണ് പ്രമാണം? ബ്രഹ്മമുണ്ട് എന്നുള്ളതിന് എന്താണ് പ്രമാണം? പ്രത്യക്ഷം എന്നുള്ളത് പ്രമാണമല്ല. പ്രത്യക്ഷം എന്നുള്ളത് ഇന്ദ്രിയാർത്ഥ സന്നികർഷം കൊണ്ടാണ്. ഒരു ഇന്ദ്രിയം ഉണ്ടെങ്കിലേ, കണ്ണുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ, ചെവി ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റൂ. പക്ഷേ നിർവിഷയകമായ ബ്രഹ്മത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ പ്രത്യക്ഷം വിഷയമല്ല, പ്രത്യക്ഷം അതിനൊരു പ്രമാണമല്ല. അനുമാനം പ്രമാണമാണോ? അനുമാനവും പ്രമാണമല്ല. ഇങ്ങനെ നിഷേധിച്ചു പോയാൽ പിന്നെ ബ്രഹ്മമുണ്ടെന്നുള്ളതിന് പ്രമാണം എന്താ? ബ്രഹ്മമുണ്ടെന്നുള്ളതിൻ്റെ പ്രമാണം വേദങ്ങളാണ്, ശ്രുതികളാണ്, ശബ്ദമാണ് പ്രമാണം. എന്തുകൊണ്ട്? ഈ വേദങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഋഷികളാണ്, ആപ്തന്മാരായ ഋഷികളാണ്. അവരുടെ വാക്യമാണ് പ്രമാണം, ആപ്തവാക്യമാണ് പ്രമാണം. ഈ ആപ്തവാക്യം അനുസരിച്ച് ബ്രഹ്മമുണ്ടെന്നുള്ളതിൻ്റെ പ്രമാണം തന്നെ ശ്രുതികളാണ്. അതുകൊണ്ട് ശ്രുതികൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരം ഇതിന് പറയാൻ പറ്റില്ല. ഇനി അടുത്ത വിഷയം, ശബ്ദങ്ങൾക്ക് അർത്ഥമുണ്ടാവുന്നത് എങ്ങനെയാണ്? വേദങ്ങളെന്ന് പറയുന്നത് ശബ്ദങ്ങളുടെ കൂട്ടമാണ്, ഇല്ലേ? ശ്രുതികളെന്ന് പറഞ്ഞാൽ അതിൽ ശബ്ദങ്ങളുടെ കൂട്ടമാണുള്ളത്. ശബ്ദങ്ങളൊക്കെ അർത്ഥത്തെ തരുന്നവയാണ്. എല്ലാ ശബ്ദത്തിനും ഒരർത്ഥമുണ്ടാവും, ഒരു വാക്കിന് ഒരർത്ഥമുണ്ടാവും. വാക്കിന് അർത്ഥത്തോടുള്ള ഒരു സംബന്ധവും ഉണ്ടാവും, ഇല്ലേ? ഒരു വാക്കിന് ഒരർത്ഥം ഉണ്ടാവും. ഉദാഹരണം, ആന എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അക്ഷരവും ന എന്നുള്ള അക്ഷരവും ചേരുമ്പോൾ ഉള്ള ഒരു വാക്കാണ് ആന എന്നുള്ളത്. അതിനൊരർത്ഥമുണ്ട്. 4 കാലും വലിയ ചെവിയും തുമ്പിക്കൈയും കൊമ്പും ഒക്കെയുള്ള ഒരു ജീവി എന്നൊരർത്ഥമുണ്ട്. ഈ ആന എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ആന എന്ന ജീവിയുടെ ഒരു അർത്ഥം തോന്നി, ഇല്ലേ? ആന നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു. എങ്ങനെ വന്നു? ഈ വാക്കിന് ആ അർത്ഥത്തോടുള്ള സംബന്ധം കൊണ്ട് ഈ അർത്ഥം നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പോൾ ശബ്ദവും അതിൻ്റെ അർത്ഥവും, ഈ ശബ്ദവും അർത്ഥവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ട്. ഈ ബന്ധം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക? ഈ ശബ്ദം എങ്ങനെയാണ് ഒരർത്ഥത്തെ നമുക്ക് തരിക? ഇത് ഭാരതീയ ശാസ്ത്രങ്ങളുടെ എല്ലാ ശാസ്ത്രങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ ശാസ്ത്രങ്ങളിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറിയും കുറഞ്ഞും 3 തരത്തിലാണ് ശബ്ദപ്രവൃത്തി നിമിത്തങ്ങളെ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേത് മുഖ്യം അല്ലെങ്കിൽ അഭിധ എന്ന് പേരുള്ള മുഖ്യാർത്ഥം എന്നുള്ളതൊന്ന്.
രണ്ടാമത്തെ പ്രവൃത്തി ലക്ഷണ എന്നുള്ളത്, മൂന്നാമത്തേത് വ്യഞ്ജന അല്ലെങ്കിൽ ഗൗണി. ഇങ്ങനെ 3 വിധത്തിൽ. ചില ശാസ്ത്രങ്ങളിൽ വേറെയും പറയും, നാലാമതൊന്ന് വ്യാകരണത്തിൽ പറയും, മറ്റ് ചിലതിൽ വേറെയും പറയും. ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ. എന്നാലും പ്രധാനമായിട്ട് ഈ 3 പ്രവൃത്തി നിമിത്തങ്ങൾ ഒരു വാക്കിന് അർത്ഥത്തെ തരാനുള്ള കഴിവിൻ്റെ പിന്നിൽ ഇങ്ങനെ 3 പ്രവൃത്തി നിമിത്തങ്ങളുണ്ട്. ഇത് ഓരോന്നും വ്യക്തമാക്കാം. ഒന്നാമത്തേത് അഭിധ അല്ലെങ്കിൽ മുഖ്യാവൃത്തി എന്ന് പറയാം. അതിൻ്റെ അർത്ഥം സാക്ഷാത് സങ്കേതിതോ അർത്ഥ മുഖ്യാർത്ഥ എന്ന്. സാക്ഷാത് സങ്കേതം, അതായത് ഒരു വാക്കിന് വളരെ നാളുകളായിട്ട് പ്രയോഗിച്ചു വന്നതുകൊണ്ട് അതിന് കിട്ടിയ ഒരർത്ഥം. അതിനുദാഹരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആന എന്നുള്ള വാക്ക്. ആന എന്നുള്ള വാക്കിന് ഇതാണ് അർത്ഥം എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായി? നമുക്ക് മുമ്പുള്ളവരൊക്കെ പറഞ്ഞു തന്നു ഇല്ലേ? ഇങ്ങനെയാണ് പ്രയോഗിച്ച് വർഷങ്ങളായി ഇതാരാ തുടങ്ങിയെന്ന് നമുക്കറിയില്ല. ആരാണ് ആദ്യം ആനയെ കണ്ടിട്ട് ആന എന്ന് പറഞ്ഞു ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഏതോ ഒരു കാലത്ത് ആരോ പ്രയോഗിച്ചു തുടങ്ങി, അതിങ്ങനെ പരമ്പരയാ വന്ന് നമ്മുടെ അടുത്ത് എത്തി, നമ്മളും പ്രയോഗിക്കുന്നു. ഇനിയും കുറേ കാലം അങ്ങനെ പ്രയോഗിക്കും. ചിലപ്പോൾ ഒരു 10,000 വർഷം കഴിയുമ്പോൾ ഈ വാക്ക് മാറി വേറൊരു വാക്കായിരിക്കും അതിനെ പ്രയോഗിക്കാനുണ്ടാവുക, നമുക്കറിയില്ല. അപ്പോൾ ഈ വാക്കിന് അർത്ഥത്തോടുള്ള ഈ ബന്ധം, സങ്കേതം, അതിനെയാണ് മുഖ്യ എന്ന് പറയുക. മുഖ്യ എന്ന് പറയും. ഡിക്ഷണറി നോക്കിയാൽ നമുക്കിത് കിട്ടും ഇല്ലേ? കോശങ്ങളിൽ നിന്ന് നമുക്കിത് കിട്ടും. ഒരു ഡിക്ഷണറി പറയുകയാണ് ഇന്ന വാക്കിന് ഇന്നതാണ് അർത്ഥം എന്ന് പറയുന്നത് മുഖ്യാർത്ഥമാണ്. അപ്പോൾ ഒരു വാക്കിൽ നിന്ന് ഒരർത്ഥത്തെ കിട്ടുന്നതിനെ ഭാരതീയ ശാസ്ത്രങ്ങൾ ഇതിനെ ഇച്ഛ എന്ന് പറയും. ചിലരതിനെ ഈശ്വരേച്ഛ എന്നും പറയും. നൈയായികന്മാരതിനെ ഈശ്വരേച്ഛ എന്നാണ്. ഇന്ന ശബ്ദത്തിൽ നിന്ന് ഇന്ന അർത്ഥം തോന്നണം എന്ന് ഈശ്വരൻ്റെ ഇച്ഛയാണ്. ഈശ്വരൻ തീരുമാനിച്ചതാണ് ഇന്ന വാക്കിന് ഇന്ന അർത്ഥം എന്ന്. ഇനി ഈശ്വരനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇച്ഛ എന്നെടുത്തോളൂ. ഒരു വാക്കിന് ഇന്ന അർത്ഥം എന്ന് ഏതോ ഒരാൾ തീരുമാനിച്ചു, അങ്ങനെ നമ്മൾ പിന്തുടർന്നു വരുന്നു. ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇത് മാറാം. ഇന്നിപ്പോൾ നമ്മൾ ഈ അവയവത്തിന് തല എന്ന് പറയുന്നു. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ തരം തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ കാല് എന്ന് വിളിക്കാൻ തുടങ്ങിയാൽ കാലെന്നുള്ളതിന് ഇതാണ് അർത്ഥം ഇല്ലേ? ഇതിനെ നമ്മൾ കാല് എന്നിപ്പോൾ വിളിക്കുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഇതിനെ തല എന്നാണ് വിളിക്കുന്നതെങ്കിൽ തല എന്ന് പറഞ്ഞാൽ ഇത് ഈ അർത്ഥം തോന്നിക്കും. അത് കാലാകാലങ്ങൾ കൊണ്ടുള്ള ഉണ്ടായി വരുന്ന ഇച്ഛയാണ്. ഇതൊന്നാമത്തെ ശബ്ദപ്രവൃത്തി നിമിത്തം. ഇങ്ങനെ മുഖ്യാർത്ഥം കൊണ്ട് ബ്രഹ്മത്തെ ശ്രുതികൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഇതാണ് ഒന്നാമത്തെ സംശയം. ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനെ നേരിട്ട് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒന്നല്ല ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷം കൊണ്ട് നമുക്കറിയാൻ പറ്റിയേനെ ഇല്ലേ? അങ്ങനെ നേരിട്ട് ഒരു ഡിക്ഷണറി കൊണ്ട് ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ബ്രഹ്മം എന്ന് പറയുമ്പോഴേ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇതിൻ്റെ ബോധം ഉണ്ടാവണം. അതുണ്ടാവുന്നുണ്ടോ? ഇല്ല. ആന എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായതുപോലെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒന്നും ഉള്ളിൽ ഒരു ബോധം ഉണ്ടായില്ല. അപ്പോൾ അതിന് സാക്ഷാത്തായിട്ട് നേരിട്ട് ഈ ശ്രുതികൾക്ക്, വേദങ്ങൾക്ക് ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ കഴിവില്ല. അങ്ങനെ നേരിട്ട് നിർദ്ദേശിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ പ്രവൃത്തി നിമിത്തത്തെ സ്വീകരിക്കാം. അതിൻ്റെ പേര് ലക്ഷണ എന്നാണ്. ലക്ഷണ എന്ന് മുഖ്യാർത്ഥബാധേ തദ്യോഗേ എന്നാണ് ലക്ഷണയുടെ ലക്ഷണം പറയുക. മുഖ്യാർത്ഥത്തിന് ബാധ ഉണ്ടാവുമ്പോൾ, മുഖ്യാർത്ഥത്തിനൊരു തടസ്സം ഉണ്ടാവുമ്പോൾ, അങ്ങനെ നമുക്ക് ചില പ്രയോഗങ്ങൾ അങ്ങനെയാണ്. എവിടെയാണ് വീട്? എൻ്റെ വീട് ഏറ്റുമാനൂരാണ് എന്ന് ഞാൻ പറയാം. എൻ്റെ വീട് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂർ എന്നുള്ളതിൻ്റെ മുഖ്യാർത്ഥം എന്താ? ഏറ്റുമാനൂർ ടൗൺ എന്നാണ് ഇല്ലേ? ആ ഏറ്റുമാനൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ ഗോപുരവാതിൽക്കൽ ആണോ എൻ്റെ വീട്? അല്ല. അപ്പോൾ മുഖ്യാർത്ഥം ശരിയല്ല. അതിനൊരു തടസ്സം വന്നു. അപ്പോൾ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അടുത്താണ് വീട് എന്ന് സങ്കല്പിക്കാം. ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അടുത്താണ് അല്ലേ? അപ്പോൾ മുഖ്യാർത്ഥത്തെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് അതിനോട് ചേർച്ചയുള്ള വേറൊരർത്ഥത്തെ സ്വീകരിക്കലിനെയാണ് ലക്ഷണ എന്ന് പറയുക. അങ്ങനെ ലക്ഷണ കൊണ്ട് നമുക്ക് ചില അർത്ഥങ്ങളൊക്കെ കിട്ടും. ഈ ലക്ഷണ
വിസ്തരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് സമയം തീരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തു പോവാണ്. മുഖ്യാർത്ഥം തന്നെ പലതരത്തിലുണ്ട്. ഒരു യോഗം, രൂഢി, യോഗരൂഢി എന്നിങ്ങനെയുണ്ട്. ലക്ഷ്യാർത്ഥം, ലക്ഷണ തന്നെ 3 തരത്തിലുണ്ട്. ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹദ് അജഹൽ ലക്ഷണ എന്നിങ്ങനെ 3 തരത്തിൽ. അതിലെ ജഹൽ ലക്ഷണയുടെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏറ്റുമാനൂരാണ് വീടെന്ന് പറഞ്ഞു, പക്ഷേ ഏറ്റുമാനൂർ എന്നുള്ള മുഖ്യാർത്ഥം ഉപേക്ഷിച്ചു. ജഹാതി എന്നുള്ളതിന് ഉപേക്ഷിക്കുക, എന്നിട്ട് വേറൊരർത്ഥത്തെ സ്വീകരിച്ചു. ജഹൽ ലക്ഷണയാണ്. ചില സമയത്ത് നമ്മൾ അജഹൽ ലക്ഷണ എടുക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാലോ, എനിക്കിവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് 1-2 പേര് ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കടന്നു വരുന്നു. അപ്പോൾ എനിക്കിവിടെ നിന്ന് അത് ആരാണെന്ന് അറിയില്ല. ചുമപ്പ് വരുന്നു എന്ന് ഞാൻ പറയാം. ചുമപ്പ് വരുന്നു. ചുമപ്പ് എന്നുള്ള ഗുണത്തിന് വരിക എന്ന് പറയുന്ന ക്രിയയോട് ബന്ധം ഉണ്ടാവാൻ പറ്റില്ല, ഇല്ലേ? ചുമപ്പിന് നടന്നു വരാൻ പറ്റുമോ? ചുമപ്പിന് നടന്നു വരാൻ പറ്റില്ല. ചുമപ്പ് എന്നുള്ള ഗുണം ഏതെങ്കിലും ഒരു കർത്താവിനോട് ബന്ധപ്പെട്ടിട്ട് അവരാണ് നടന്നു വരിക. അപ്പോൾ ചുമപ്പ് വസ്ത്രം ഉടുത്തവർ നടന്നു വരുന്നു എന്നുള്ള അർത്ഥം നമ്മൾ സ്വീകരിച്ചു. അത് അജഹൽ ലക്ഷണ. ചുമപ്പിനെ ഉപേക്ഷിച്ചില്ല, ചുമപ്പോട് കൂടിയവർ കടന്നു വരുന്നു എന്ന് അജഹൽ ലക്ഷണ സ്വീകരിച്ചു. ചില സമയത്ത് ജഹദ് അജഹൽ ലക്ഷണം ഉപയോഗിക്കും. കുറച്ച് ഭാഗം ഉപേക്ഷിക്കും, കുറച്ച് ഭാഗം സ്വീകരിക്കും. അങ്ങനെ എടുക്കാറ്. അതിനുദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ സത്രം നടന്നത് എവിടെയാണോ ഞാൻ മറന്നു, തിരുവല്ലയിലായിരുന്നു തോന്നുന്നു, അല്ലേ? അവിടെ വെച്ച് കണ്ട ഒരാൾ, ദേവദത്തൻ എന്ന പേരുള്ള ഒരാളെ ഇവിടെ വെച്ച് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഓ ആ ദേവദത്തനാണിത് എന്ന് പറയാം. അവിടെ വെച്ച് കണ്ട ദേവദത്തനാണിത്, ഇല്ലേ? ആ ദേവദത്തൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ 2 ഭാഗങ്ങളാണ്. ആ ദേവദത്തൻ, ഇല്ലേ? ആ ദേവദത്തൻ എന്ന് പറഞ്ഞാൽ ആ എന്ന് പറയുന്നത് എന്തിനാ? അന്ന് കണ്ട ദേവദത്തൻ. അന്ന് കണ്ട ദേവദത്തനാണോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്? അല്ല. അന്ന് കണ്ട ദേവദത്തൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ 1 വർഷമായി. അയാൾക്ക് ഒരു വയസ്സ് കൂടി. അയാളുടെ രൂപത്തിൽ മാറ്റം വന്നു, സ്വഭാവത്തിൽ മാറ്റം വരാം, പല വ്യത്യാസങ്ങളും ഉണ്ടാവാം. അന്ന് കണ്ട ദേവദത്തനല്ല ഇവിടെ നിൽക്കുന്നയാൾ. പക്ഷെ ഞാൻ പറയുകയാണ് ആ ദേവദത്തനാണ് ഇത് എന്ന്, ഇല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിലെ കുറച്ച് ഭാഗം ഞാൻ സ്വീകരിച്ചു. ദേവദത്തൻ എന്ന പേരോട് കൂടിയ ഒരാളെ ഞാൻ അന്ന് കണ്ടിരുന്നു, അയാൾ ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്നു, ഇല്ലേ? അപ്പോൾ അതിലെ കുറച്ച് ഭാഗത്തെ ഞാൻ ഉപേക്ഷിച്ചു. അവിടത്തെ തിരുവല്ലയോട് സംബന്ധം ഉണ്ടായിരുന്ന ദേവദത്തനെ ഞാൻ വിട്ടു. എന്നിട്ടോ ഗുരുവായൂരിനോട് സംബന്ധമുള്ള ദേവദത്തനെ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ കുറച്ച് ഭാഗത്തെ ഉപേക്ഷിച്ച് കുറച്ച് ഭാഗത്തെ സ്വീകരിച്ച് അർത്ഥം മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? ആ ദേവദത്തനാണെന്ന് പറഞ്ഞാൽ അർത്ഥം എനിക്ക് മനസ്സിലായി. പക്ഷെ അതെങ്ങനെ മനസ്സിലായി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇല്ലേ? ഇങ്ങനെ വേദങ്ങൾക്ക് ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ സാമർഥ്യമുണ്ട്. അതെങ്ങനെ? തത്വമസി എന്നുള്ള വാക്യം പരിശോധിച്ച് നോക്കിയാൽ, തത്വമസി, ഇല്ലേ? എന്താ അർത്ഥം? തത് ത്വം അസി. ആരുണി ശ്വേതകേതുവിനോട് ഉപദേശിക്കുന്ന വാക്യമാണ്. ഛാന്തോഗ്യോപനിഷത്തിലെ പ്രശസ്തമായ വാക്യമാണ്. ആ ശ്വേതകേതുവിനോട് പറയുക, മകൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന മകനോട് ആരുണി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ശ്വേതകേതോ തത്വമസി, അത് ആ ബ്രഹ്മം നീ ആണ് എന്ന്. നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ ആ ദേവദത്തനാണ് ഇതെന്ന് പറഞ്ഞതുപോലെ ആ ബ്രഹ്മം നീയാണ്. അപ്പം ആ ബ്രഹ്മം ഏതാണ്? നീ വേറെയാണ്. ഇത് രണ്ടും രണ്ടാണോ? ഇത് രണ്ടും രണ്ടല്ല. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിട്ട് മനസ്സിലാക്കിയാലേ ഈ ജ്ഞാനം ഉണ്ടാവും, ഇല്ലേ? വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. തിരുവല്ലയിൽ കണ്ട ദേവദത്തനും ഇവിടെ നിൽക്കുന്ന ദേവദത്തനും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. പക്ഷേ അത് മനസ്സിലാവണമെങ്കിൽ സ്വയം ആ ദേവദത്തനാണ് ഇതെന്ന് പറയണമെങ്കിൽ ആ ദേവദത്തൻ വേറെയും ഈ ദേവദത്തൻ വേറെയും, ഇത് രണ്ടും തമ്മിൽ ഒന്നാണെന്നും മനസ്സിലാക്കണം, ഇല്ലേ? അതേപോലെ തത്വമസി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം നീ തന്നെയാണ്, ഇല്ലേ? അപ്പോൾ ആ ബ്രഹ്മം പരമാത്മാവ് വേറെയാണ്, ജീവാത്മാവ് വേറെയാണ്. ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായ നീയും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കലാം, ഇല്ലേ? ഇങ്ങനെയാണ് ശ്രുതികൾ, വേദങ്ങൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ സമർത്ഥങ്ങളാവുന്നത്.
തത്വമസി മുതലായ മഹാവാക്യങ്ങളുടെയൊക്കെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കിയാലേ ആ വേദങ്ങൾക്ക് പ്രാമാണ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ വേദങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഈ വേദങ്ങളുടെ പ്രാമാണ്യത്തെ ഇങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ. പക്ഷെ അപ്പോഴും നമ്മളുടെ നേരത്തെ പരീക്ഷിത്ത് ചോദിച്ച സംശയം പൂർത്തിയായില്ല. പരീക്ഷിത്ത് ചോദിച്ച സംശയം എന്തായിരുന്നു? ബ്രഹ്മം എന്നുള്ളത് നിർഗുണമാണ്, നിർധർമ്മകമാണ് അല്ലേ? നമുക്കൊരു വാക്കുകൊണ്ട് ഒരു വസ്തുവിനെ നിർദ്ദേശിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു ഗുണം ഒക്കെ ഉണ്ടാവണം. അതിനെ പുരസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ വാക്കുകൊണ്ട് അതിനെ പറയുക അല്ലേ? ആന എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിപ്പമുള്ളതാണ്, അതിലൊരു ധർമ്മമുണ്ട്. ആനയെ ആനയാക്കുന്ന എന്തോ ഒരു ധർമ്മം അതിലുള്ളത് കൊണ്ടാണ് ആന എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു വാക്കിന് അർത്ഥത്തെ നിർദ്ദേശിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ധർമ്മം ഉണ്ടാവണം. പക്ഷേ ബ്രഹ്മം നിർധർമ്മകമാണ്, നിർഗുണമാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഈ ധർമ്മങ്ങളുള്ള ഗുണങ്ങളുള്ള വാക്കുകളോട് ചേർന്നിട്ടുള്ള വേദങ്ങൾ, ശ്രുതികൾ എങ്ങനെ സമർത്ഥിക്കും, എങ്ങനെ നിർദ്ദേശിക്കും എന്നാണ് പരീക്ഷത്തിൻ്റെ സംശയം. ഈ സംശയത്തിൻ്റെ ഉത്തരം അടുത്ത പദ്യത്തിൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു. എങ്ങനെ? ശ്രീ ശുകബ്രഹ്മർഷി അതിന് മറുപടിയായിട്ട് പറയാൻ തുടങ്ങുന്നു. ബുദ്ധീന്ദ്രിയ മനഃപ്രാണാൻ ജനാനാമസൃജൽ പ്രഭു മാത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേ അകൽപ്പനായ ച. ആ പ്രഭു ഈശ്വരൻ ജീവന്മാർക്ക് ജനാനാം മാത്രാർത്ഥം ഭവാർത്ഥം ച, മാത്രാർത്ഥം വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയും ഭവാർത്ഥം ച അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയും ആത്മനെ അവനവന് വേണ്ടി ഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയും അകൽപ്പനായ സങ്കല്പങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയും ബുദ്ധീന്ദ്രിയ മനഃപ്രാണാൻ അസൃജത്, ബുദ്ധീന്ദ്രിയ മനഃപ്രാണങ്ങളെ സൃഷ്ടിച്ചു. ആ ഭഗവാൻ പ്രഭു എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാത്തിൻ്റെയും നിയന്താവാണ് അല്ലേ? നിയന്താവായ ആ പ്രഭു ബുദ്ധീന്ദ്രിയ മനഃപ്രാണങ്ങളോട് കൂടിയ ജീവനെ സൃഷ്ടിച്ചു. ജീവന് ബുദ്ധീന്ദ്രിയ മനഃപ്രാണങ്ങളോട് കൂടിയവൻ ആക്കി തീർത്തു, ജീവനെ അങ്ങനെ ആക്കി തീർത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ ബുദ്ധീന്ദ്രിയ മനഃപ്രാണാദികളോട് കൂടിയവനാണോ? അല്ല. അത് തന്നെ ഉത്തരവുണ്ട് അല്ലേ? ബുദ്ധീന്ദ്രിയ മനഃപ്രാണങ്ങളോട് കൂടിയതല്ല ജീവൻ. പക്ഷേ അദ്ദേഹം അങ്ങനെ സൃഷ്ടിച്ചു. എന്തിനാ അദ്ദേഹം അങ്ങനെ സൃഷ്ടിച്ചത്? അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ ജീവൻ ബുദ്ധീന്ദ്രിയ മനഃപ്രാണാദികളോട് കൂടിയവനല്ല എന്ന്? അദ്ദേഹത്തിന് അറിയില്ലേ? അറിയാം. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? 2-3 കാര്യങ്ങൾക്ക് വേണ്ടി. മാത്രാർത്ഥം ഭവാർത്ഥം ആത്മനേ അകൽപ്പനായ ച. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അപ്പോൾ അല്പജ്ഞതയോടുകൂടിയ ഈ പറഞ്ഞ കർമ്മങ്ങളോട് കൂടിയ വിഷയങ്ങളെ അനുഭവിക്കുക എന്നുള്ള ധർമ്മങ്ങളോട് കൂടിയ ഒരു ജീവനെ അദ്ദേഹം ആക്കി തീർത്തു. ആ പരമാത്മാവ് അങ്ങനെ ആക്കി തീർത്തു, പരിച്ഛിന്നനാക്കി തീർത്തു. ബ്രഹ്മം പരിച്ഛിന്നനല്ല. ബ്രഹ്മം ഇവയിൽ നിന്ന് അന്യനാണ്, ജീവൻ ഇതിൽ നിന്ന് അന്യനാണ്. പക്ഷേ ആ ജീവനെ പരിച്ഛിന്നനാക്കി തീർത്തു. ഈ ബുദ്ധീന്ദ്രിയ മനഃപ്രാണങ്ങളോട് പരിച്ഛിന്നനാക്കി തീർത്തു. അങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ശ്രുതികളൊക്കെ ആ നിർഗുണ ബ്രഹ്മത്തെ അല്ല വർണ്ണിക്കുന്നത്, ഈ ജീവനെ ബുദ്ധീന്ദ്രിയ മനഃപ്രാണാദികളോടുകൂടി സൃഷ്ടിച്ച പ്രഭുവിനെ സഗുണമായ ബ്രഹ്മസ്വരൂപത്തെയാണ് ഈ ശ്രുതികളൊക്കെ വിഷയമാക്കുന്നത് എന്നതിൻ്റെ ഉത്തരം. ഞാനീ പറയുന്നത് എത്ര വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ വിഷയം ശ്രുതിഗീത എന്നുള്ള ഈ അധ്യായം മുഴുവൻ ഓരോ ശ്ലോകവും
വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞ് അങ്ങനെ തീർക്കണമെങ്കിൽ ഈ സത്രം മുഴുവൻ ഒരു പക്ഷെ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. വിഷയത്തിൻ്റെ ഉപക്രമം മാത്രം അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വിഷയം എന്തുകൊണ്ട് പ്രസക്തമാവുന്നു, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കണം എന്ന് മനസ്സിലാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഉപക്രമം പറയാൻ ആരംഭിച്ചത്. പരീക്ഷത്തിൻ്റെ സംശയം മനസ്സിലായാൽ തന്നെ ആ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശം കിട്ടി. പരീക്ഷത്തിൻ്റെ സംശയം എന്തായിരുന്നു? വേദങ്ങൾ എങ്ങനെയാണ് നിർഗുണമായ നിർധർമ്മകമായ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ സമർത്ഥങ്ങളാവുന്നത്? കാരണം വേദങ്ങൾ വാക്കുകളുടെ സമാഹാരമാണ്. ഈ വാക്കുകളൊക്കെ ഗുണങ്ങളുള്ളതാണ്, അല്ലേ? ഗുണങ്ങളോട് കൂടിയ ധർമ്മങ്ങളോട് കൂടിയ അർത്ഥത്തെയാണ് ഇതൊക്കെ നിർദ്ദേശിക്കുക. അപ്പോൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ അത് സമർത്ഥമാവില്ലല്ലോ. അതിനുള്ള ഉത്തരം നേരിട്ടല്ല പറഞ്ഞത്, മറിച്ച് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവൂ. അദ്ദേഹം, ആ പ്രഭു, ജീവനെ ബുദ്ധീന്ദ്രിയ മനഃപ്രാണങ്ങളോടുകൂടി സൃഷ്ടിച്ചു. എന്തിന്? കർമ്മങ്ങൾ ചെയ്യാനും ഭോഗങ്ങൾ അനുഭവിക്കാനും വേണ്ടി സൃഷ്ടിച്ചു. അപ്പോൾ വേദങ്ങളൊക്കെ എന്തിനെയാണ്, ആരെയാണ് വിഷയമാക്കുന്നത്? നിർഗുണമായ നിർധർമ്മകമായ ബ്രഹ്മത്തെ അല്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തെ വർണ്ണിക്കാൻ വേദങ്ങൾ ശക്തങ്ങളല്ല തീർച്ചയായിട്ടും. പക്ഷേ വേദങ്ങളൊക്കെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നില്ല എന്ന് പറയാനും പാടില്ല. അങ്ങനെ പറഞ്ഞാൽ വേദപ്രാമാണ്യം ഇല്ലാതെയും പോവും. അതുകൊണ്ട് അതിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമന്വയ മാർഗമാണ്. എങ്ങനെയാണ് ഇതിനെ തമ്മിൽ സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റുക? അതിനു വേണ്ടിയിട്ടാണ് സഗുണമായ ബ്രഹ്മത്തെയാണ് ഈ വേദങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് എന്ന് ഈ ശ്ലോകം കൊണ്ട് വ്യാഖ്യാനിച്ചത്. കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും വേദത്തിൻ്റെ ഒരു സ്വഭാവം, ശ്രുതികളുടെ സ്വഭാവം. ബോധനീയ വസ്തുവിലില്ലാത്ത ധർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് വേദങ്ങൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിനെ നിർദ്ദേശിക്കാൻ രണ്ട് തരത്തിൽ, വിധിരൂപേണയും നിഷേധരൂപേണയും സാധിക്കും. സാധാരണഗതിയിൽ ഭാഷ വിധിരൂപത്തിലാണ് അർത്ഥങ്ങളെ നിർദ്ദേശിക്കുക. സാധാരണഗതിയിൽ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഭാഷ വിധിരൂപത്തിലാണ് വസ്തുക്കളെ നിർദ്ദേശിക്കുക. വസ്തുക്കളെ മനസ്സിലാക്കി തരുന്നത് വിധിരൂപത്തിലാണ്. പക്ഷേ ബ്രഹ്മം അങ്ങനെ വിധിരൂപത്തിൽ വർണ്ണിക്കാൻ പറ്റുന്ന ഒന്നല്ലാത്തത് കൊണ്ട് അതിനെ നിഷേധരൂപത്തിലാണ് വേദങ്ങൾ വർണ്ണിക്കുന്നത്. അതിനാണ് നേതി നേതി എന്നുള്ള പ്രയോഗം ഉപനിഷത്തിലുള്ളത്, ഇല്ലേ? കോശ സിദ്ധാന്തങ്ങൾ ഉപനിഷത്ത് അവതരിപ്പിക്കുമ്പോൾ 5 കോശങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ ശരീരത്തിന് അന്നമയ കോശം, മനോമയ കോശം, ഇങ്ങനെ അകത്തേക്ക് ആനന്ദമയ കോശം വരെയുള്ള 5 കോശങ്ങളെ അവതരിപ്പിച്ചിട്ട് ഇതിലെ ആദ്യത്തെ കോശത്തെക്കുറിച്ച് പരിചിന്തന നടത്തുന്നു. എന്നിട്ട് നോക്കുകയാണ്, ഇതാണോ ബ്രഹ്മം, ഇതാണോ ആത്മാവ്? ഇതല്ല. അപ്പോൾ അന്നമയ കോശത്തെ തള്ളി അതിൻ്റെ അകത്തേക്ക് ചെന്നു, കുറച്ചുകൂടെ സൂക്ഷ്മമായി മനോമയ കോശം ആയി, പ്രാണമയ കോശമായി. പ്രാണമയ കോശത്തിലേക്ക് ചെന്നിട്ട് അതിനെ നിരൂപണം ചെയ്യാണ്. അതിനെ നിരൂപണം ചെയ്യുമ്പോൾ മനസ്സിലാവുകയാണ്, ഇതാണോ ആത്മാവ്? ഇതല്ല നേതി, ഇതല്ല ആത്മാവ്. അപ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യാൻ ഒരുങ്ങുന്നു. അങ്ങനെ നിരൂപണം ചെയ്യുമ്പോഴാണ് മനോമയ കോശം ഇതാണോ ആത്മാവ്, ഇതാണോ ആത്മാവ് എന്ന് നിരൂപണം ചെയ്തിട്ട് അതല്ല എന്ന് തീരുമാനിക്കുന്നു. ഇങ്ങനെ ആത്മാവിൽ ഇല്ലാത്ത, ബ്രഹ്മത്തിലില്ലാത്ത ധർമ്മങ്ങളെ നിഷേധിക്കുക. ഇതാണ് വേദങ്ങളുടെ ശൈലി യഥാർത്ഥത്തിൽ. കഠോപനിഷത്തിൽ ഒരു രഥകൽപ്പന പറയുന്നുണ്ടല്ലോ. ശരീരം ഒരു രഥമാണെന്ന് സങ്കല്പിക്കുക. ആ രഥത്തിൻ്റെ 5 കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ കടിഞ്ഞാണാണ് മനസ്സ് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു രഥകൽപ്പന. ഈ കൽപ്പന എന്താ പറയുക? ഇന്ദ്രിയങ്ങളാണോ ആത്മാവ്? ഇല്ല, ഇന്ദ്രിയങ്ങളല്ല ആത്മാവ്. അത് കുതിരകളെ പോലെയാണ്. പിന്നെയോ അതിൻ്റെ കടിഞ്ഞാണാണോ ആത്മാവ്? അല്ല, അത് അതിൻ്റെ കടിഞ്ഞാൺ മാത്രമാണ്, അതും ആത്മാവല്ല. ഇങ്ങനെ ഉപനിഷത്തുകളായാലും വേദങ്ങളായാലും ശ്രുതികളെല്ലാം ഈ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ എങ്ങനെ സമർത്ഥങ്ങളാവും? വിധിരൂപത്തിലല്ല, നിഷേധിച്ചിട്ടാണ്. നേതി എന്ന് നിഷേധിച്ചുകൊണ്ടാണ് ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്നത്, നമുക്ക് മുമ്പിൽ
ബ്രഹ്മത്തെ നിർദ്ദേശിച്ചു തരുന്നത് എന്ന് സാരം. ഇങ്ങനെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ നമുക്കും സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിർഗുണമായ നിർധർമ്മകമായ ഒന്നിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇല്ലേ? നമുക്കൊരു വസ്തുവിനെ അറിവ് ഉണ്ടാവണമെങ്കിൽ, അറിവ് എന്ന് വിചാരിക്കുക, അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഒരു ധർമ്മത്തോട് കൂടിയതാണ്. നമ്മളൊരു വസ്തുവിനെ അറിയുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിനെ അറിയുന്നു, എങ്ങനെ അറിയുന്നു? ഇപ്പം നമ്മളുടെ ഈ പുസ്തകം ഇതൊരു പുസ്തകമാണ് എന്നെങ്ങനെ അറിയുന്നു? ആ പുസ്തകം എന്നുള്ള അറിവിന് ഇതൊരു പുസ്തകമാണെന്നുള്ള ധർമ്മത്തോടു കൂടിയതാണ് എന്ന് മനസ്സിലാക്കലാണ് അറിവ്. ഈ ധർമ്മമില്ലാതെ ഇതിനെങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല, ഇല്ലേ? എന്തോ ഒരു വസ്തു എന്ന് പറയണമെങ്കിലും അതെന്തോ ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ് എന്നുള്ള ധർമ്മം അതിലുണ്ട്, ഇല്ലേ? പദാർത്ഥത്വം എന്ന ധർമ്മം അതിനുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ധർമ്മത്തിൻ്റെ വെളിച്ചത്തിലെ ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ബ്രഹ്മം അങ്ങനെ അല്ല, അത് നിർധർമ്മകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു അറിവ് നമുക്ക് ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ശ്രുതികൾ അതിന് വേറൊരു രീതി അവലംബിച്ചത്, നിഷേധ രൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. നേതി എന്ന് ഇതല്ല എന്താണ് ബ്രഹ്മം എന്നല്ല നിർദ്ദേശിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ എന്തല്ല ബ്രഹ്മം എന്ന് നിർദ്ദേശിക്കുകയാണ്. എന്തല്ല എന്ന് പറഞ്ഞു തരാൻ. ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്ന സൂത്രങ്ങൾ ശ്രുതികളിൽ വളരെ കുറവാണ്. സച്ചിദാനന്ദം ബ്രഹ്മ അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്നിങ്ങനെ വളരെ കുറച്ച് വാക്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തല്ല എന്ന് നിഷേധിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ ശ്രുതികളിൽ കാണാം. ഇങ്ങനെ നിഷേധിച്ചിട്ടേ ശ്രുതികൾക്ക് ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ സാമർഥ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ശ്രുതിഗീതയിൽ സ്തുതിക്കുന്നത് ആ നിർഗുണമായ നിർധർമ്മകമായ ബ്രഹ്മത്തെ അല്ല, മറിച്ച് സഗുണമായ ബ്രഹ്മത്തെയാണ്, ആ സ്വരൂപത്തെയാണ്. അല്ലെങ്കിൽ ഗുണങ്ങളോട് കൂടിയ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയ ബ്രഹ്മത്തിൻ്റെ സമഷ്ടി ചൈതന്യമായ ഈശ്വരൻ എന്ന സത്തയെയാണ് ശ്രുതികൾ ഈ ശ്രുതിഗീതയിൽ സ്തുതിക്കുന്നത്. ഭഗവാനെ സ്തുതിക്കുന്നത് ആ സങ്കല്പത്തിലാണ്, നിർധർമ്മകമായ ബ്രഹ്മത്തെ അല്ല. കാരണം അതിനെ സ്തുതിക്കാൻ പറ്റില്ലല്ലോ. സ്തുതിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ധർമ്മം വേണ്ടേ? ഒരു ധർമ്മവും ഇല്ലാത്ത ഒന്നിനെ പിന്നെ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? നമ്മൾ വർണ്ണിക്കണമെങ്കിൽ അതിനൊരു ധർമ്മം വേണം. ഒരു ധർമ്മവും ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? അതുകൊണ്ട് വർണ്ണിക്കുന്നതും സ്തുതിക്കുന്നതും എല്ലാം ഈ സഗുണസ്വരൂപത്തിലുള്ള ഈശ്വരനെ തന്നെയാണ്. അതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് നിർഗുണമായ ബ്രഹ്മം. ആ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ സഗുണമായ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാവണം. എങ്കിലേ ആ ലക്ഷ്യാർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ശ്രുതിഗീതയുടെ ഈ സ്തുതികളുടെ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക്, ശ്രുതിഗീതയിലേക്ക് കടക്കാം. ഇനി അരമണിക്കൂർ കൂടിയുണ്ട്. ആ ശ്രുതിഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളും വ്യാഖ്യാനിക്കാൻ സമയമുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാലീപുലാകന്യായന, ചോറ് വെന്തോ നോക്കണമെങ്കിൽ എല്ലാ ചോറും എടുത്ത് ഞെക്കി നോക്കണ്ട, ഒന്നോ രണ്ടോ എടുത്ത് ഞെക്കി നോക്കിയാൽ മനസ്സിലാവും എന്നുള്ളതുപോലെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചാൽ തന്നെ ശ്രുതിഗീതയുടെ ഒരു സ്വഭാവം മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് അതിനുള്ള ഒരു എളിയ ഉദ്യമമാണ് ഇനി ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടൊരു കഥ അവതരിപ്പിക്കുന്നു. ഈ വിഷയം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു കഥാരൂപത്തിലാണ്, ഭാഗവതം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥാരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ആ കഥ ഇങ്ങനെയാണ്. നാരായണ മഹർഷിയും ശ്രീനാരദനും തമ്മിലുണ്ടായ ഒരു സംവാദമാണ് ഇതിന് ഉപോത്ബലകമായി ശ്രീ ശുകബ്രഹ്മർഷി ശ്രീ പരീക്ഷത്തിനോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. നാരദ മഹർഷി ശ്രീനാരായണ ഋഷിയെ കണ്ടപ്പോൾ ഈ സംശയം ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം ബ്രഹ്മലോകത്തിൽ വെച്ചുണ്ടായ ഒരു സംവാദം അവതരിപ്പിക്കുന്നു. ആരൊക്കെ തമ്മിലുണ്ടായത്? സനകാദികൾ തമ്മിലുണ്ടായ ഒരു സംവാദം. സനകാദികൾ 4 ഋഷിമാരാണ്. സനകൻ, സനന്ദനൻ, സനൽകുമാരൻ, സനാതനൻ എന്നിങ്ങനെ 4 ഋഷിമാരാണ്.
അവർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവർ ഉണ്ടായ കാലം മുതലേ കുട്ടികളായിട്ട് തന്നെ ഇരിക്കെ ജീവൻ മുക്തരായവരാണ്, പാരമഹംസ്യഗതിയെ പ്രാപിച്ചവരാണ്. അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ശാരീരികമായിട്ട് വളർച്ചയൊന്നുമില്ല. അവരങ്ങനെ തന്നെയാണ്, അവരെ ആ കുട്ടികളായിട്ട് തന്നെയാണ് അവരുടെ ഇരിപ്പ്. എന്നാൽ ബ്രഹ്മരാതന്മാരുമാണ്, സാക്ഷാൽ ബ്രഹ്മത്തെ അറിഞ്ഞവരുമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള അവർ 4 പേരും കൂടെ ഇരുന്ന് ഒരു ചർച്ച, ഒരു സംവാദത്തിന് വേണ്ടി ഒരാൾ വിഷയം അവതരിപ്പിക്കുകയും മറ്റുള്ളവർ കേട്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സനന്ദനൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സനന്ദനൻ പറയുകയാണ്, ഭഗവാൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന സകല സൃഷ്ടികളെയും തന്നിലേക്ക് സംഹരിച്ച് ലയിപ്പിച്ച് യോഗനിദ്രയിലിരിക്കുന്ന സമയത്ത് ഈ ശ്രുതികളെല്ലാം, വേദങ്ങളെല്ലാം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ? ശ്രുതയ ഊചുഹു ജയ ജയ ജഹ്യജാമജിത ദോഷഗൃഭീത ഗുണം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗ അഗജഗദോഗസാമഖില ശക്ത്യവബോധക തേ ക്വചിദ ജയാത്മനാ ച ചരതോനുചരേ നിഗമഃ. ഹേ അജിത, അല്ലയോ അജിത, അല്ലയോ ജയിക്കപ്പെടാത്തവനെ, ജയിക്കപ്പെടാതിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ആരാലും ജയിക്കപ്പെടാത്തവനാണ് ആ ഭഗവാൻ. നമ്മളൊക്കെ ജയിക്കപ്പെടുന്നവരാണ് ഇല്ലേ? കാമമായിക്കോട്ടെ, ക്രോധമാവട്ടെ, രാഗമാവട്ടെ, ഏതെങ്കിലുമൊക്കെ വികാരങ്ങൾ കൊണ്ട് ജയിക്കപ്പെടുന്നവരാണ് നമ്മളൊക്കെ. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ ഇതിന് അടിപ്പെട്ടു പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇതിലേതെങ്കിലും ഒന്നുകിൽ ദേഷ്യമാവാം, അല്ലെങ്കിൽ രാഗമാവാം, കാമമാവാം, ഇതിനൊക്കെ അടിപ്പെട്ടു പോയിട്ടുള്ളവരാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, ഇതിനെയൊക്കെ ജയിച്ച ആളാണ്. അതുകൊണ്ട് വേറെ ഒരാൾക്ക് അദ്ദേഹത്തെ ജയിക്കാൻ പറ്റില്ല. അജിതനാണ് അദ്ദേഹം. അല്ലയോ അജിത, അങ്ങ് ജയ ജയ, അങ്ങ് ജയിച്ചാലും അങ്ങക്ക് വിജയമുണ്ടാവട്ടെ, ജയമുണ്ടാവട്ടെ. ഇവിടെ എന്നിട്ട് ശ്രുതികൾ എന്താ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്? ദോഷഗൃഭീത ഗുണാം അജാം ജഹി, അജയെ ഉപേക്ഷിക്കൂ. അങ്ങ് അജയെ, അജ പ്രകൃതിയെ, മായയെ ഉപേക്ഷിക്കൂ. ഇതാണ് ശ്രുതികളുടെ പ്രാർത്ഥന. അങ്ങ് മായയെ ഉപേക്ഷിച്ചാലും. ആ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന കൽപ്പത്തിൽ ഉണ്ടായ സൃഷ്ടികളെയെല്ലാം അദ്ദേഹം തന്നിലേക്ക് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. കാര്യങ്ങളെല്ലാം കാരണത്തിലേക്ക് ലയിക്കുന്നത് കൊണ്ട് ഇല്ലേ? എല്ലാ കാര്യങ്ങളും കാരണത്തിലേക്കാണല്ലോ ലയിക്കുന്നത്. ഏതുപോലെ ഇപ്പോൾ കുടം അല്ലെങ്കിൽ കലം, ഇതെല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അത് തട്ടി പൊട്ടിച്ച് കളഞ്ഞാലോ അത് വീണ്ടും മണ്ണായിട്ട് മാറും, അതിൻ്റെ കാരണമായിട്ട് മാറും. അതേപോലെ ഈ പ്രപഞ്ചം അതിൻ്റെ കാരണമായിട്ടുള്ള ഭഗവാനിലേക്ക്, ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും അതിൻ്റെ ബന്ധനത്തിനും എല്ലാം കാരണം എന്തായിരുന്നു? മായ ആയിരുന്നു. ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ യാതൊരു ബന്ധനങ്ങളും ഇല്ലാത്തതാണ്. പ്രപഞ്ചമെന്നല്ല, നമ്മളെല്ലാവരും യാതൊരു ബന്ധനങ്ങളും ഇല്ലാത്തവരാണ്. പക്ഷേ ബന്ധനമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? മായ എന്ന ഭഗവാന്റെ ശക്തി കൊണ്ട്, ആ ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ട്. ബ്രഹ്മം ജഡമാണ്, അതിന് ചലിക്കാനൊന്നുള്ള കഴിവില്ല, അത് ജഡമായിട്ടിരിക്കുകയാണ്. എന്നാൽ ചൈതന്യവത്വമാണ്, ചൈതന്യത്തോടു കൂടിയതാണ് അല്ലേ? സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണ് അതിൻ്റെ ലക്ഷണം തന്നെ. ആ ബ്രഹ്മം സൃഷ്ടിക്കണം എന്ന ഒരു വിചാരം, ഒരു ചിന്ത ആദ്യം ഉണ്ടായപ്പോൾ, സൃഷ്ടി ചെയ്യണം എന്ന ചിന്ത ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ വേദത്തിൽ പറയും സോ അകാമയത, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. എന്താഗ്രഹമുണ്ടായി? സൃഷ്ടിക്കണം എന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സ ഐക്ഷത, അതിന് കാരണമായിട്ടുള്ള പരമാണുക്കളിലേക്ക് ഐക്ഷത നോക്കി, ഈക്ഷണം ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഗുണം
ഗുണങ്ങൾ മൂന്നെണ്ണമാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് മൂന്നും മായയിൽ, പ്രകൃതിയിൽ ലയിച്ച് കിടക്കുകയാണ്. എങ്ങനെ? ഒരേ അളവിൽ. സത്വരജസ് തമസാം സാമ്യാവസ്ഥ പ്രകൃതി എന്ന് ലക്ഷണം ഇല്ലേ? ഈ മൂന്ന് ഗുണങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരേ അളവിൽ ലയിച്ച് കിടക്കുന്ന സമയത്താണ് പ്രകൃതി സൃഷ്ടിയൊന്നുമില്ലാതെ ഭഗവാനിലേക്ക്, അതിൻ്റെ കാരണത്തിലേക്ക്, ബ്രഹ്മത്തിലേക്ക് ലയിച്ച് കിടക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിന് സൃഷ്ടിക്കണമെന്ന് തോന്നി. സൃഷ്ടിക്കാനുള്ള സാധനം എന്തായിരുന്നു? ഈ ത്രിഗുണങ്ങളാണ്. ഈ ത്രിഗുണങ്ങളിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ആ ഈക്ഷണം കൊണ്ട് ഈ ഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായപ്പോഴോ അതിൽ നിന്ന് ഈ പ്രകൃതിയുടെ സാമ്യാവസ്ഥ വിട്ടു, അത് വിഷമാവസ്ഥയിലായി. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടി, മഹത്ത് എന്ന ആദ്യത്തെ ബുദ്ബുദം അല്ലേ, ആദ്യത്തെ ഒരു ഉയർച്ച, ആദ്യത്തെ ഒരു സ്പന്ദനം ഉണ്ടായി. ഈ സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഒരു സ്പന്ദനത്തെക്കുറിച്ച് പറയും ഇല്ലേ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി. സ്പന്ദനം ചെയ്യാൻ പോലും, ഒന്ന് സ്പന്ദിക്കുക, ഈ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത് പോലെ ഒരു സ്പന്ദനത്തിന് പോലും ആ പ്രകൃതിക്ക് കഴിവുണ്ടായിരുന്നില്ല. എപ്പോൾ? ഈ ശക്തിയുടെ, ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ. ചൈതന്യം ചേർന്ന് കഴിയുമ്പോഴാണ് അതിൽ ആദ്യത്തെ സ്പന്ദനം ഉണ്ടാവുക. അങ്ങനെയാണ് സൃഷ്ടിയുടെ ആരംഭം ഇല്ലേ? അപ്പോൾ ഈ സൃഷ്ടിക്ക് കാരണം എന്തായിരുന്നു? ഈ പ്രകൃതിയാണ്, മായയാണ് അതിൻ്റെ കാരണം. ആ ബ്രഹ്മത്തിൻ്റെ ഈക്ഷണം കൊണ്ടാണ് ഇതിൽ നിന്ന് സൃഷ്ടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആ സൃഷ്ടിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളൊക്കെ ഈ ഗുണങ്ങളുടെ ബന്ധനത്തിൽ പെടുന്നവരാണ് ഇല്ലേ? ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോട് കൂടിയവരാണ് നമ്മളെല്ലാവരും. ഈ ബന്ധനം വിടണമെങ്കിൽ, ഈ ബന്ധനം വിട്ടാലേ നിർധർമ്മകമായ ആ ബ്രഹ്മത്തെ അനുഭവിക്കാനാവുള്ളൂ ഇല്ലേ? ഈ ബന്ധനമില്ലാതെ ആയാലേ അതിനും കാരണസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? ആ ബ്രഹ്മത്തിൻ്റെ തന്നെ കടാക്ഷം വേണം. കാരണം അദ്ദേഹത്തിൻ്റെ കടാക്ഷം കൊണ്ടാണ് ഈ സൃഷ്ടി തുടങ്ങിയത്. ഇതിൽ നിന്ന് വിടണമെങ്കിലോ അതിനും അദ്ദേഹത്തിൻ്റെ കടാക്ഷം തന്നെ വേണം. അതുകൊണ്ടല്ലയോ ഭഗവാനെ അങ്ങ് ഈ മായയെ ഉപേക്ഷിക്കണമേ. എങ്ങനെയുള്ള മായയെ? ദോഷഗൃഭീത ഗുണങ്ങളാണ്. ഗുണങ്ങളോട് കൂടിയതാണ് മായ അല്ലേ? സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണ് മായ. പക്ഷേ അതാണ് ദോഷത്തെ ഉണ്ടാക്കിയിരുന്നതും. എന്ത് ദോഷത്തെ? നമ്മൾ ഈ അനുഭവിക്കുന്ന സകല ദോഷങ്ങളുടെയും കാരണം ഈ ഗുണങ്ങളാണ്. നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഇതേ ഗുണങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന സകല ദോഷങ്ങളുടെയും കാരണം ഇല്ലേ? ഈ ദോഷഗൃഭീത ഗുണങ്ങളോട് കൂടിയതാണ് അങ്ങയുടെ മായ. ഈ മായ ഇല്ലാതെ ആവണമെങ്കിലോ അതിനും അങ്ങയുടെ അനുഗ്രഹം തന്നെ വേണം. ഇവിടെ ഈ മായയെ നശിപ്പിക്കാൻ പാകത്തിനുള്ള കഴിവുള്ള പ്രഭുവായിട്ടുള്ള ഒരു ബ്രഹ്മത്തെയാണ് ശ്രുതികൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, സ്തുതിക്കാൻ തുടങ്ങുന്നത് ഇല്ലേ? നിർധർമ്മകമായ ബ്രഹ്മത്തെ അല്ല. ആ ബ്രഹ്മത്തെ പ്രാർത്ഥിച്ചിട്ടല്ല കാര്യം. പിന്നെയോ ഈ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള, നിമിത്ത കാരണമായിട്ടുള്ള അതിൻ്റെ ഒരു കർത്താവിനെയാണ് ശ്രുതികൾ സ്തുതിക്കുന്നത്. ഭഗവാനാണ് ഇതിൻ്റെ കർത്താവെന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെങ്കിലും ഈ മായയെ വിടണമെങ്കിലും അതേ ഭഗവാന്റെ കാരുണ്യം വേണം. ആ കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രുതികളുടെ ആദ്യത്തെ പ്രാർത്ഥന. അല്ലയോ ഭഗവാനെ, എന്തു ചെയ്യണം? അങ്ങ് അജിതനാണ്, ആരാലും ജയിക്കപ്പെടാത്തവനാണ്, ഈ ഗുണങ്ങളാൽ ജയിക്കപ്പെടാത്തവനാണ് അങ്ങ്. നമ്മളൊക്കെ ഈ ഗുണങ്ങളാൽ ജയിക്കപ്പെടുന്നവരുമാണ്. അതുകൊണ്ടല്ലയോ അജിത, അങ്ങ് ദോഷഗൃഭീത ഗുണങ്ങളെ, ആ ഗുണങ്ങളോട് കൂടിയ മായയെ ഉപേക്ഷിച്ചാലും വിട്ടാലും, അങ്ങനെ വിട്ട് കഴിഞ്ഞാലേ ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റൂ ഇല്ലേ? ആ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ശ്രുതികൾ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ കരുണയുണ്ടാവണേ എന്ന് ഭഗവാനോട് സ്തുതിച്ചിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുന്നു. ബൃഹദുപലബ്ധമേതദ് ഏതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃദിവാ വികൃതാത്.
അത ഋഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് വേദങ്ങൾ ആ ഭഗവാനെ, നിർഗുണമായ അല്ല സഗുണമായ ഭഗവാനെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണിപ്പോൾ പറഞ്ഞു വെച്ചത്. അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങ് മായയെ ഉപേക്ഷിച്ചാലേ, അങ്ങ് ഈ മായയെ ഒഴിവാക്കി തന്നാലേ ഞങ്ങൾക്ക് ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനാവൂ എന്ന് ശ്രുതികൾ പ്രാർത്ഥിക്കുന്നു. ശ്രുതികൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? നമുക്ക് വേണ്ടിയിട്ടാണ്, ഇല്ലേ? നമുക്ക് വേണ്ടിയിട്ടാണ്. ശ്രുതികൾക്ക് എന്തിനായി പ്രാർത്ഥന? ശ്രുതികൾക്ക് ഈ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് അവർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഭഗവാനെ വർണ്ണിച്ചു. പക്ഷേ വേദത്തിൽ ഒരൊറ്റ ഭഗവാനെ മാത്രമല്ലല്ലോ വർണ്ണിക്കുന്നത്, പല ദേവതകളെ വർണ്ണിക്കും. ഇന്ദ്രൻ ഒരു ദേവതയാണ്, അഗ്നി ദേവതയാണ്, ഇങ്ങനെ പല ദേവതകളെ വേദത്തിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പല ദേവതകളെ വർണ്ണിക്കുന്നത് ശരിയാവുമോ? വേദങ്ങൾ ആദ്യത്തെ സ്തുതി കൊണ്ട് തന്നെ ഈ ശ്രുതികൾ എന്താ പറഞ്ഞത്? ഭഗവാനാണ് സർവ സൃഷ്ടിയുടെയും കാരണം. മായയെ ആശ്രയിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. അതുകൊണ്ട് അങ്ങ് ഈ മായയെ ഉപേക്ഷിക്കണേ എന്നാണ് സ്തുതിച്ചത്. പക്ഷേ അതേ ശ്രുതികൾ തന്നെ പല ദേവതകളെ വർണ്ണിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രനെ സ്തുതിക്കുന്നു, ചിലപ്പോൾ അഗ്നിയെ സ്തുതിക്കുന്നു, ചിലപ്പോൾ പ്രജാപതിയെ, മറ്റു ചിലപ്പോൾ രുദ്രനെ, ഓരോ ദേവതകളെ വേദം സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു വിരോധം തോന്നുന്ന രീതിയിലൊരാക്ഷേപം ഉണ്ടാവരുതല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ബൃഹദുപലബ്ധമേതത്. ബൃഹദുപലബ്ധം, ഈ കാണപ്പെട്ട ബ്രഹ്മം, ഉപലബ്ധം, ഈ കാണപ്പെടുന്ന ബ്രഹ്മം, ഉപലബ്ധമായ ഈ ബ്രഹ്മം അവശേഷതയാ അവയന്തി അവികൃതാത്, വികാരത്തോടു കൂടാത്ത വികൃതേഹേ, വികൃതിക്ക് വികാരമില്ലാത്ത വികൃതി, വികാരം മാറ്റം, മാറ്റങ്ങളൊന്നുമില്ലാതെ മാറ്റം ഉണ്ടാവുക. ഉദാഹരണം, മണ്ണിൽ, അതിനൊരു ഉദാഹരണമാണ് കഥം അയഥാഭവന്തി ഭുവി ദത്തപദാനി നൃണാം. മനുഷ്യൻ ഭൂമിയിൽ ചവിട്ടാൻ തുടങ്ങിയാൽ എങ്ങനെ എല്ലാവരും കാല് വെക്കുന്നത് ഇതേ ഭൂമിയിൽ തന്നെയാണ്, ഇല്ലേ? അയഥാഭവന്തി, കാലെടുത്ത് പൊക്കിയാൽ ആ കാല് തിരിച്ച് വെക്കാൻ എന്തേ ഉള്ളൂ? ഈ ഭൂമിയേ ഉള്ളൂ, ഇല്ലേ? ഞാൻ കാലെടുത്ത് പൊക്കിയിട്ട് പറയാം ഇത് ഞാൻ ഇനി ഭൂമിയിൽ വെക്കില്ല എന്ന് പറയാൻ ഭഗവാന് പറ്റും. അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം. അടുത്ത കാല് ഞാൻ ഇവിടെ വെക്കില്ല, ഇനി സ്വർഗത്തിലേ വെക്കുള്ളൂ, ഇനി ഒരു കാല് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ത്രിവിക്രമനായതുകൊണ്ട്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. നമ്മൾ അടുത്ത കാലെടുത്ത് പൊക്കിയാൽ അത് ഭൂമിയിൽ തന്നെ ചവിട്ടുള്ളൂ, ഇല്ലേ? വീണ്ടും ഒന്നുകൂടി കാലെടുത്ത് പൊക്കിയാലോ വീണ്ടും ഭൂമിയിലേ ചവിട്ടുള്ളൂ. ഇങ്ങനെ എത്ര വികാരങ്ങളുണ്ടായാലും ആ വികാരങ്ങളൊക്കെ ലയിക്കാൻ പോകുന്നത് ഒരേ ആശ്രയത്തിലേക്കാണ്, ഇല്ലേ? ശ്രുതികളും ഇത് തന്നെ പറയും. വാചാരംഭം വികാരോ നാമധേയ, വാചാരംഭം വികാരോ നാമധേയ മൃത്തികേത്യവ സത്യം എന്ന്, ഇല്ലേ? നേരത്തെ പറഞ്ഞ ഉദാഹരണം, കുടമായാലും കലമായാലും അതിൻ്റെയൊക്കെ വസ്തു എന്തേ ഉള്ളൂ? മണ്ണ് എന്ന് തന്നെയാണ്. പല ആകൃതിയിൽ കാണാം, ഇല്ലേ? സ്വർണം തന്നെ പല ആകൃതിയിൽ, വളയുടെ ആകൃതിയിൽ കാണാം, മാലയുടെ ആകൃതിയിൽ, ലോക്കറ്റിൻ്റെ ആകൃതിയിൽ, കമ്മലിൻ്റെ ആകൃതിയിൽ, പല ആകൃതിയിൽ സ്വർണം കാണാം. പക്ഷേ വസ്തു എന്താണ്? ഇതൊക്കെ സ്വർണം ആണ്, ഇല്ലേ? സ്വർണമാണ്, അതിന് മാറ്റമില്ല. അതേപോലെ വാചാരംഭം വികാരോ നാമധേയ, നാമധേയം വ്യത്യാസം ഉണ്ടാവും. എന്തിന്? അത് ഓരോന്നായിട്ട് പറയണമല്ലോ, അല്ലേ? എല്ലാത്തിനെയും സ്വർണം എന്ന് വിളിച്ചാൽ വളയും മാലയും തമ്മിൽ വ്യത്യാസം മനസ്സിലാവില്ല. വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പല പേരുകളിട്ടു, വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി അതിനുവേണ്ടി പല പേരുകളിട്ടു. എങ്ങനെ ഈ പേരിട്ടു? അതിൻ്റെ ധർമ്മത്തെ പുരസ്കരിച്ചിട്ട്, ഇല്ലേ? വളഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ വള എന്ന് വിളിച്ചു, ഇല്ലേ? ഈ വിരലിലിടുന്നത് കൊണ്ട് അതിനെ മോതിരം എന്ന് വിളിച്ചു. അതിൻ്റെ ധർമ്മത്തെ പുരസ്കരിച്ചുകൊണ്ട് അതിന് ഓരോ പേരിട്ടു. ഈ ധർമ്മത്തെ മാറ്റി നിർത്തിയാലോ അതൊക്കെ സ്വർണ്ണമാണ്, അതിൻ്റെ കാരണമാണ്, ഇല്ലേ? അതേപോലെ ഓരോ ധർമ്മത്തെ പുരസ്കരിച്ച് ശ്രുതികൾ ഓരോ ദേവതകളെ വർണ്ണിച്ചു, ഓരോന്നിനു വേണ്ടി.
യാഗം ചെയ്യുമ്പോൾ, അഗ്നിഷ്ടോമം യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ ദേവതയായിട്ട് അഗ്നിയെ സങ്കല്പിച്ചു. ഇന്ദ്രനെ ദേവതാകമായിട്ടൊരു യാഗം ചെയ്യുമ്പോൾ അതിൻ്റെ ദേവതയായിട്ട് ഇന്ദ്രനെ സങ്കല്പിച്ചു. എന്തിനാ ഇതൊക്കെ? വാചാരംഭം വികാരോ നാമധേയ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ധർമ്മത്തെ പുരസ്കരിച്ച് ഓരോ ദേവതയെ അവതരിപ്പിച്ചു. പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണസ്വരൂപത്തിൽ ആര് തന്നെ? ഭഗവാൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. അങ്ങ് തന്നെയാണ് ഈ ദേവതകളുടെ ഒക്കെ പേരിൽ അറിയപ്പെടുന്നത്, യാതൊരു സംശയമില്ല. അതിന് ഉദാഹരണമാണ് കഥമയഥാഭവന്തി ഭുവി ദത്തപദാനി നൃണാം. മനുഷ്യൻ കാലെടുത്ത് പൊക്കിയാൽ അത് തിരിച്ചു വെക്കുന്നത് ഇതേ മണ്ണിലേക്ക് തന്നെയാണ്. അതേപോലെ ഏതൊക്കെ ദേവതമാരെ ശ്രുതികൾ വർണ്ണിച്ചാലും അതൊക്കെ ഭഗവാന്റെ തന്നെ നാമധേയങ്ങളാണ്. ഗീതയിൽ പറഞ്ഞല്ലോ, ഈ ലോകത്തുള്ള സകല പേരുകളും എൻ്റെ പേരാണ്. സഹസ്രനാംനോ ഹ്യനന്തനാംനോ വാ. 1000 പേര് മാത്രമല്ല, അനന്തമായ പേരുകളും എനിക്കുള്ളതാണ്. ഏതൊക്കെ പുരുഷൻ്റെ രൂപത്തിൽ വർണ്ണിച്ചോ അതൊക്കെ ഞാൻ തന്നെ, ഇല്ലേ? ഏതൊക്കെ പേരുകളാണോ നിർദ്ദേശിക്കുന്നത് ആ പേര് മുഴുവൻ എന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭഗവാൻ തെളിച്ചു പറഞ്ഞു. ഇതിൽ കൂടുതൽ എങ്ങനെ വ്യക്തമായിട്ടാണ് പറയേണ്ടത്? അതുകൊണ്ടല്ലയോ ഭഗവാനെ ഈ ശ്രുതികളിൽ പല ദേവതമാരെ കാണുന്നുണ്ടെങ്കിലും, പല ദേവതമാരുടെ ഉപാസനകൾ കാണുന്നുണ്ടെങ്കിലും അതൊക്കെ ഭഗവാനെക്കുറിച്ച് തന്നെയാണ്, അതൊക്കെ ഭഗവാന്റെ പേര് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങയെ സേവിക്കാത്തവരുടെ ജീവിതം നിഷ്ഫലമാണ്. അങ്ങയെ സേവിക്കുന്നവരുടെ, അങ്ങയെ ഉപാസിക്കുന്നവരുടെ ജീവിതം സഫലമായി തീർന്നു. അങ്ങയെ ഉപാസിച്ചാൽ ജീവിതം സഫലമായി തീരും. അങ്ങയെ ഉപാസിക്കാതെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം നിഷ്ഫലമാണ്, ഒരു പ്രയോജനവുമില്ല. അവർ ശവത്തിന് തുല്യമാണത്രേ, ശവത്തിന് തുല്യം, ജഡത്തിന് തുല്യമായി ജീവിക്കുന്നവരാണ്. അങ്ങയെ ഉപാസിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം മാത്രമേ സഫലമായിട്ടുള്ളൂ, മറ്റതൊക്കെ വിഫലങ്ങളാണ്, ഒരു പ്രയോജനവുമില്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് എത്ര ഭംഗിയായിട്ട് പൂന്താനം പറഞ്ഞു അല്ലേ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും. ഏതുപോലെ? അതിനൊരു നല്ല ഉദാഹരണം ഇതിൽ പറയുന്നു. ധൃതയ ഇവ ശ്വസന്തി അസുഭൃതോ യതി തേനു വിധ. അടുത്ത ശ്ലോകത്തിൽ ധൃതയ ഇവ ശ്വസന്തി. ധൃതയ എന്നുള്ളത് കൊണ്ട് ഈ കൊല്ലൻ്റെ ആലയിൽ ഈ ഉലയിലേക്ക് ഊതാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം. അപ്പം അതിങ്ങനെ കാറ്റ് ഇങ്ങനെ മുകളിലേക്ക് വെക്കുമ്പോൾ കാറ്റ് നിറയും, ഇങ്ങനെ താഴേക്ക് താത്തുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോവും. അങ്ങനെ ഊതിയാണ് കാച്ചുന്നത് അല്ലേ, തീ കത്തിക്കുന്നത്. അങ്ങനെ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിനെയാണ് ധൃതയ എന്ന് പറയാം. ധൃതയ, കൊല്ലൻ്റെ ആ ഉപകരണം പോലെ. ആ ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്താ? മുകളിലേക്ക് വെക്കുമ്പോൾ കാറ്റ് നിറയും, താഴേക്ക് താത്തുമ്പോൾ കാറ്റ് പോവും. അതേപോലെ കാറ്റെടുക്കും, വിടും. ഇങ്ങനെ ജീവിക്കുന്നവരാണ് അങ്ങയെ ഉപാസിക്കാത്തവർ. ആ യന്ത്രം പോലെ കാറ്റകത്ത് കയറുന്നു, പോകുന്നു, അകത്തേക്ക് കയറുന്നു, പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ കാറ്റകത്തേക്കും പുറത്തേക്കും പോകുന്ന യന്ത്രം പോലെ ജീവിക്കണോ? അങ്ങനെ ജീവിക്കാം. അതല്ല, ഈ ജീവിതത്തിന് സാഫല്യം ഉണ്ടാവണോ? അങ്ങയെ ഉപാസിച്ചാൽ മതി. ഭഗവാനെ ഉപാസിക്കുന്നവരുടെ ജീവിതം ഈ യന്ത്രം പോലെ അല്ല, അത് സഫലമായി തീരും. അതിൻ്റെ ലക്ഷ്യത്തെ സാധിക്കാൻ ആ ജീവിതം കൊണ്ട് പറ്റും. അതുകൊണ്ട് ഈ ധൃതികളെപ്പോലെ ആവാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുകൂടിയാണ് പ്രാർത്ഥന. മനോഹരമായൊരു ഉപമയാണ് ആ ശ്രുതികൾ അവിടെ അവതരിപ്പിച്ചത്. അടുത്ത ശ്ലോകം ഉദരമുപാസതേയ ഋഷിവർമ്മസുകൂർപ്പദൃശ. നേരത്തെ പറഞ്ഞ ഭഗവാന്റെ നിർഗുണ സ്വരൂപത്തെ അല്ല, നിർധർമ്മകമായ സ്വരൂപത്തെ അല്ല, മറിച്ച് സഗുണമായ സ്വരൂപത്തെ ആണ് ശ്രുതികൾ ഉപാസിക്കുന്നത്, ശ്രുതികൾ വർണ്ണിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ ഉത്തരമാണ് ഉദരമുപാസതേയ ഋഷിവർമ്മസുകൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം തദ ഉദഗാദനന്ദ തവ ധാമശിരഃ പരമം പുനരിഹയത് സമേത്യ നപതന്തി കൃതാന്തമുഖേ. കുറച്ച് ചില ഋഷിമാർ അവരെന്ത് ചെയ്യുന്നു? ഉദരമുപാസത്തെ ഉപാസിക്കണമെങ്കിൽ ഇല്ലേ, ഈ ഭഗവാനെ ഉപാസിച്ചാലാണ്, ഭഗവാന്റെ കാരുണ്യമുണ്ടായാലാണ്
ഈ മായയെ ഉപേക്ഷിക്കാൻ പറ്റുന്നത് എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഈ മായയെ ഉപേക്ഷിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യം വേണമെങ്കിൽ അങ്ങയെ ഉപാസിക്കണം, ഇല്ലേ? അങ്ങയെ ഉപാസിച്ച് ജീവിക്കണം. അങ്ങയെ ഉപാസിക്കാതെ ജീവിക്കുന്നവരുടെ ജീവിതം വിഫലമാണ്. പക്ഷെ ഉപാസിക്കണമെങ്കിൽ നിർഗുണമായ ഒരു ബ്രഹ്മത്തെ നമ്മൾ എങ്ങനെ ഉപാസിക്കും, ഇല്ലേ? ഉപാസനയ്ക്ക് വിഷയമാവണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഗുണം വേണം, ഒരു ധർമ്മം വേണ്ടേ? എങ്കിലല്ലേ ഉപാസിക്കാൻ പറ്റുള്ളൂ. ഉപാസന എന്ന് പറയുമ്പോൾ തന്നെ അതിൽ രണ്ടുണ്ട്. ഉപാസ്യനായ ഒരാളും ഉപാസിക്കുന്ന ഒരാളും, അങ്ങനെ 2 പേരുണ്ട്. ഞാൻ ഉപാസിക്കുന്നവനും അങ്ങ് ഉപാസ്യനും, ഇല്ലേ? ഞാൻ വർണ്ണിക്കുന്നവനും അങ്ങ് വർണ്ണ്യനും. അങ്ങനെ 2 പേര് വേണ്ടേ? എങ്കിലല്ലേ ഉപാസന നടക്കുള്ളൂ. അതുകൊണ്ടല്ലയോ ഭഗവാനെ അങ്ങ് ഉപാസ്യനാണ്, ഞാൻ ഉപാസകനുമാണ്. അങ്ങനെയുള്ള ഉപാസകന്മാരായ ഋഷിമാർ പലതരത്തിലുള്ള ഉപാസനാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ചില ഋഷിമാർ ഉദരദേശത്ത്, ഈ വയറിൻ്റെ താഴെയായിട്ട് മണിപൂരം എന്നുള്ള ആദ്യത്തെ ചക്രത്തിൽ അങ്ങയെ ഉപാസിക്കുന്നവരുണ്ട്, ഇല്ലേ? ഷഡാധാരങ്ങളിലെ ഏറ്റവും താഴെയുള്ള ഒരു സ്ഥാനമാണ് മണിപൂരം എന്ന് പറയുക. ആ മണിപൂരക ദേശത്ത് അങ്ങയെ ഉപാസിക്കുന്ന ഋഷിമാരുണ്ട്. അല്ല, ഹൃദയദേശത്ത് അങ്ങയെ ഉപാസിക്കുന്നവരുണ്ട്. ഹൃദയത്തിൽ അങ്ങയുടെ ആ ചൈതന്യത്തെ ഉപാസിക്കുന്ന, ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഋഷിമാരുണ്ട്. അവർ ഹൃദയദേശത്താണ് അങ്ങയെ ഉപാസിക്കുന്നത്. അവരെ ആരുണികളെന്നാണ് ഈ ഭാഗവതം വിളിക്കുക. ആരുണികളാണ് ആ ഋഷിമാർ. അവർ ഹൃദയദേശത്താണ് അങ്ങയെ ഉപാസിക്കുന്നത്. ഈ ഓരോ സ്ഥലത്തും ഉപാസിക്കുന്നതിന് പ്രത്യേകം പ്രയോജനങ്ങളുമുണ്ട്, ഇല്ലേ? ഉദരദേശത്ത് ഉപാസിച്ചാൽ അതിന് പ്രയോജനം ഇന്നതാണ്. ഇനി ഹൃദയദേശത്താണ് അദ്ദേഹത്തെ ഉപാസിക്കുന്നതെങ്കിൽ അതിന് ഇന്ന പ്രയോജനമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് തവധാമ ശിരഃ പരമം, ഈ സഹസ്രാര പത്മത്തിൽ ഈ 6 ചക്രങ്ങളുടെയും 6 സ്ഥാനങ്ങളുടെയും മുകളിലായിട്ടിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപമായ ചൈതന്യത്തെ ഉപാസിക്കുന്നവരുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠം, പരമമാണ്. അങ്ങനെ പരമനായ അങ്ങയെ ചില ഋഷിമാരെന്ത് ചെയ്യുന്നു? ശിരഃ ഉപാസത്തെ, ശിരസിൽ സഹസ്രാര പത്മത്തിൽ ഉപാസിക്കുന്നു. ഇങ്ങനെ ഓരോ ഋഷിമാരും പല രീതിയിലാണ് ഉപാസിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ന പതന്തി കൃതാന്തമുഖേ, കൃതാന്തമുഖത്തിൽ വീഴാതെ, മരണം ജനനം എന്ന ഈ ചക്രത്തിൽ പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, ഈ ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. ഇങ്ങനെ ഉപാസിക്കുന്നവർ അങ്ങയുടെ മായയെ അതിക്രമിക്കുന്നു. ഈ മായയിൽ അകപ്പെടുമ്പോൾ ജനനം മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം, ഇതിങ്ങനെ ചാക്രികമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ഭഗവാനെ ഈ ദേശത്ത് ശിരസിലോ ഹൃദയത്തിലോ അല്ലെങ്കിൽ ഉദരദേശത്തോ ഒക്കെ സാക്ഷാത്കരിക്കുന്നത്, അങ്ങനെ സാക്ഷാത്കരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഈ ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു, ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. മരണം എന്നുള്ളത് കൊണ്ട് ശരീരം വിടുന്ന മരണത്തെക്കുറിച്ചല്ല, ഈ ചക്രത്തിൽ നിന്ന്, മായയാകുന്ന ഈ ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ ഭഗവാനെ ഉപാസിച്ച് ഇതിൻ്റെ ഉപസംഹാരത്തിലേക്ക് ഞാൻ വരാം, അല്ലെങ്കിൽ സമയം അതിക്രമിച്ചു പോകും എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തെ ഉപസംഹരിക്കുമ്പോൾ ഇതിൻ്റെ ആദിരന്ത്യേന സഹേത എന്ന വ്യാകരണത്തിലൊരു സൂത്രമുണ്ട്. ആദ്യവും അവസാനവും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ തുടക്കം ഇങ്ങനെയാണെന്നും അതിൻ്റെ ഉപസംഹാരം എങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കിയാൽ ഏകദേശം ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. ഈ ശ്രുതികളുടെ സ്തുതി ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: ദ്യുപതയ ഏവതേ നയയുരന്തമനന്തതയാ ത്വമപി യദന്തരാണ്ഡനിചയാ നനു സാവരണ ഘൈവരജാംസി വാന്തി വയസാ സഹ യശ്രുതയസ്ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ ആനന്ദസ്വരൂപത്തെ, അങ്ങയുടെ ഈ സ്വരൂപത്തെ
ഈ ശ്രുതികൾ വർണ്ണിക്കാൻ സമർത്ഥങ്ങളല്ല. നേരത്തെ പറഞ്ഞു ഇല്ലേ, ഭഗവാന്റെ നിർഗുണമായ നിർധർമ്മകമായ രൂപത്തെ, ആ നിർഗുണമായ ബ്രഹ്മത്തെ വർണ്ണിക്കാൻ, നിർദ്ദേശിക്കാൻ ഈ ശ്രുതികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രുതികളൊക്കെ അവിടുന്ന് തിരിഞ്ഞു പോരുന്നവരാണ്. അതുകൊണ്ടാണല്ലോ യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന് ഈ വേദങ്ങൾ തന്നെ പറഞ്ഞത്. അങ്ങനെ അങ്ങയുടെ ഈ ആനന്ദസ്വരൂപത്തെ അറിയാൻ, അതിനെ അനുഭവിക്കാൻ ഈ വാക്കുകൾ കൊണ്ട് സാധിക്കില്ല. വാച്യങ്ങളായ ഒന്നിനും സാധിക്കില്ല. അത് മുഖ്യാർത്ഥം കൊണ്ടായാലും ലക്ഷ്യാർത്ഥം കൊണ്ടായാലും ഒന്നും സാധിക്കില്ല. അതിനെ മനസ്സിലാക്കി തരാൻ ലക്ഷ്യാർത്ഥം കൊണ്ട് പറ്റുമായിരിക്കും, സൂചിപ്പിക്കാൻ പറ്റുമായിരിക്കും, ഇങ്ങനെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനെ അനുഭവിക്കണമെങ്കിലോ വാച്യമായിട്ട് സാധിക്കില്ല. ശ്രുതികളൊക്കെ അതിന് മുമ്പ് അവസാനിക്കും. വാച്യമായിട്ട് അതിന് എത്തിച്ചേരുന്നതിന് പരിമിതിയുണ്ട്. അങ്ങനെ വാച്യമായ സകലതിനെയും ഞാൻ തുടങ്ങിയിടത്ത് വരികയാണ്, നിഷേധിച്ചിട്ട് ഇതൊന്നും അല്ല എന്ന് നിഷേധിക്കാൻ പറ്റും ഇല്ലേ? ഇതൊന്നും അല്ല എന്ന് നിഷേധിക്കാൻ പറ്റും. അങ്ങനെ അങ്ങയിൽ തന്നെ ത്വയി ഫലന്തി, അവസാനം നിഷേധിച്ച് അങ്ങയിൽ ഇത് പര്യവസാനിക്കും. അങ്ങയിൽ വന്ന് അവസാനിക്കും ഈ ശ്രുതികളൊക്കെ. അങ്ങനെയാണ് ഈ ശ്രുതികൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മത്തിൻ്റെ പ്രമാണമാവാനുള്ള കാരണം അതാണ്. ഇതെന്ത് ചെയ്യുന്നു? നിഷേധിച്ച് ഇതല്ല ഇങ്ങനെയല്ല, ഇതല്ല ബ്രഹ്മം എന്നിങ്ങനെ നിഷേധിച്ച് പിന്നെ എന്താ ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ളതാണ് ബ്രഹ്മം എന്ന് അങ്ങയിൽ തന്നെ അവസാനിക്കുന്നു. ത്വയി ഫലന്തി, അങ്ങയിൽ അവസാനിക്കുന്നു ഈ ശ്രുതികൾ. അതുകൊണ്ട് ശ്രുതികൾ, വേദങ്ങൾ ബ്രഹ്മത്തിൻ്റെ പ്രമാണങ്ങൾ തന്നെയാണ് തീർച്ച. പക്ഷേ ആ ശ്രുതികൾക്ക് നേരിട്ട് വാച്യമായി ബ്രഹ്മത്തെ നിർദ്ദേശിച്ചു തരാൻ ശക്തി ഉണ്ടാവില്ല. പിന്നെയോ അത് നിഷേധരൂപത്തിൽ ബ്രഹ്മത്തെ നമുക്ക് സൂചിപ്പിച്ചു തരും. എന്താണോ അവസാനിക്കുന്നത് ആ ശ്രുതികളുടെ അവസാനം, അതിൻ്റെ അന്തം ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് വേദാന്തം എന്ന വാക്ക് പ്രസക്തമാവുക. വേദങ്ങളുടെ അന്തമാണത്, വേദങ്ങളുടെ അവസാനമാണത്. അവസാനം എന്നുള്ളത് കൊണ്ട് തീരുക എന്നല്ല അർത്ഥം. എന്താണോ ഇനി അവശേഷിക്കുന്നത് അതാണ് വേദാന്തം, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ സത്യസ്വരൂപമായ, ജ്ഞാനസ്വരൂപമായ, ആനന്ദസ്വരൂപമായ ആ ബ്രഹ്മത്തെ ഒരു സ്വരൂപം കൊണ്ട് ശ്രുതിക്ക് നിർദ്ദേശിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ശ്രുതികൾക്ക് ഒരു തകരാറുമില്ല. ആ ശ്രുതികൾ ഇതേ ബ്രഹ്മത്തെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്ന് തീർച്ച. അതിന് കാരണം, അങ്ങനെ ശ്രുതികൾ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത് കൊണ്ട് എന്താ വേണ്ടത്? അതിനുള്ള ഉത്തരവ് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ശ്രീ ശുകബ്രഹ്മർഷി ഈ കഥയിലൂടെ, ശ്രുതിഗീത എന്ന ഈ ആഖ്യാനത്തിലൂടെ ഇതൊരു സവിശേഷ ശൈലിയിലാണ് അതിൻ്റെ ഉത്തരം അവതരിപ്പിച്ചത്. നേരിട്ടല്ല ഉത്തരം. ഈ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് നേരിട്ടല്ല ഉത്തരം കൊടുത്തത്. ഒരു സവിശേഷമായ ശൈലിയിലാണ് ഈ ഉത്തരം അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് വ്യാസഭഗവാന്റെ ഒരു എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണെന്ന് പറയാം ഇല്ലേ? ഇങ്ങനെയൊക്കെ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാൻ, ഏതൊക്കെ തരത്തിൽ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ശ്രുതിഗീത എന്നുള്ളത്. ആ ശ്രുതിയുടെ സാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ ശ്ലോകം. ഏറ്റവും അവസാനത്തെ 50-ാമത്തെ ശ്ലോകം. യോ അസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ടുവേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാമനുഷൈ സുപ്തഃ കുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേത് അജസ്രം ഹരിം. ആ ഹരിയെ തന്നെ ധ്യായേത്, ആ ഭഗവാനെ തന്നെ ഭജിക്കൂ. അത് തന്നെയാണ് ഈ മായയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരേ ഒരു വഴി. എങ്ങനെയുള്ള ഭഗവാനാണ്?
ആരാണോ ഈ ലോകത്തിൻ്റെ നിമിത്ത കാരണമായിരിക്കുന്നത്, ആരാണോ ഈ ലോകത്തിൻ്റെ ഉപാദാന കാരണമായിരിക്കുന്നത്, ആരാണോ ഈ ലോകത്തിൽ അനുപ്രവേശം ചെയ്ത്, ഇല്ലേ, അദ്ദേഹം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിക്കുക കൂടിയാണ് ചെയ്തത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ, അങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കുക. സൃഷ്ടാവ് മാത്രമല്ല, ഇപ്പോൾ ഒരു കുടം ഉണ്ടാക്കുന്ന ഒരാൾ ആ കുടത്തിനകത്ത് കയറിയിരിക്കില്ലല്ലോ. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നിമിത്ത കാരണവുമാണ്, അതിൻ്റെ ഉപാദാന കാരണവുമാണ്. ആ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിൽ അനുപ്രവേശിക്കുകയും ചെയ്തിട്ട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല ആളുകളെയും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇല്ലേ, ഈ മായയിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മെ സഹായിക്കുക കൂടി ചെയ്യുന്ന അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു ലീല, ആ ഒരു കളി, ഇത്രയും മഹത്തരമായ ആ ലീല ഭഗവാനല്ലാതെ മറ്റാർക്കാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിലും അതേ ഭഗവാനെ തന്നെ, ആ ശ്രീഹരിയെ തന്നെ അജസ്രം എപ്പോഴും ധ്യാനിക്കുക. അത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ മായയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ ഉപസംഹരിച്ചത്. അതിമനോഹരമായ, എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിസങ്കീർണമെന്ന് പുറമേ തോന്നിക്കുന്ന, എന്നാൽ അങ്ങേയറ്റം സുന്ദരമായിട്ടുള്ള ഈ ശ്രുതിഗീതയെ, വേദങ്ങളുടെ ഗീതയെ ഈ സജ്ജന സമക്ഷം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ, ശ്രീ ഗുരുക്കന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ആ ഗുരുവായൂരപ്പനെ തന്നെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നാരായണ നാരായണ നാരായണ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.